അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഇപ്പം പുതിയ പിള്ളേർ ചെയ്യുന്നവരാണേലും അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആരും ഇത് ചെയ്യലാത്ത ഒരു വല്ലാത്ത മുതലാണ്. സൂപ്പർ സാധനം. പണ്ട് ഇതിലാണ് നമ്മൾ കാസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. എത്തിക്ക് ഏതാ 6 രൂപ. ഒറിജിനൽ സാധനമാണെങ്കിൽ MRP അധികം കുറയ്ക്കാനൊന്നും ഇല്ല. ശീലമുള്ള ഞങ്ങൾ ശീലം ആയിക്കോളൂ. പൊട്ടിക്കുന്നത് നിങ്ങൾക്ക് പൊട്ടിപ്പിക്കുള്ളൂ. ഒറിജിനലാത്, അതുകൊണ്ടാണ് കുറയ്ക്കാനില്ലാത്ത. ഈ JBL ഒറിജിനൽ 1500 വരുമ്പോഴത്തേക്കും അത്രയും ഇത് വരും. പയനിയറിന് വില കൂടും. ഒരു കിട്ടും. അയച്ചെടുത്തോ. കട്ട് ചെയ്യല്ലേ അവിടെയല്ലോ. അത് പോരാതിരിക്കാനുള്ളതല്ലോ. ലൈനൊന്നും അല്ലല്ലോ. ഇതല്ലേ AC ഇവിടെയല്ലേ കയറുന്നത്. ഇതല്ലേ. ഇത് അടുത്ത നാളിൽ ആരോ പണിതാണുള്ളത്. ഇതാരോ പണിതാണുള്ളത്. നിങ്ങൾക്ക് തന്നാണ്. ഇത് പണിതിട്ടുണ്ടാകും. ഞാൻ നോക്കിയ വഴിയെല്ലാം പോയിട്ടുണ്ട്. എൻ്റെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. ബാറ്ററി പോയായിരിക്കും. മാറ്റിക്കാം. 2 ബാറ്ററി മാറ്റിക്കാം. ഇതിനകത്ത് സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് വന്ന് റിലേ അടിച്ചെങ്കിൽ മാത്രമേ ഇത് ഓണാവുള്ളൂ. കണ്ടിട്ട് നോക്കിയാൽ നോക്കൂ. ഓക്കെ മറ്റേ ബസ് ഇതെടുത്തുണ്ടോ, ലൈറ്റ് എടുത്തുണ്ടോ? വരാവേ. എന്നായിരുന്നു? ഇനി ഇത് കറണ്ട് കൊടുത്തിട്ട് ഇതൊരു ഫ്യൂസാണ്. ഒന്ന് നോക്കിയത് അതല്ല, ഇത് തന്നെ ഡിസ്ക 5 വോൾട്ട് വരുന്നുണ്ടോ നോക്കിയാൽ മതി. മീറ്റർ ഇനി എടുത്തോ, വോൾട്ടേജ് എടുത്തോ. കറണ്ട് കുത്തിയിട്ടില്ല അല്ലേ? ഓക്കെ. ഇത് നോക്കണം. അവിടെ വോൾട്ടേജ് നോക്കണം. കുത്തിക്കാം. ഷോക്കൊന്നും ഒരിക്കലും അടിച്ചാൽ ഞാൻ താഴെ ഇട്ടോളാം. ഇത് ഈ കപ്പാസിറ്റർ വേണ്ടേ? റിലേ അടിക്കുന്നുണ്ടെന്നേ. വോൾട്ടേജ് ഉണ്ട് ഇവിടെ. ഷോർട്ടിങ്ങാ. ഈ റിലേ കിടന്ന് അടിക്കുന്നുണ്ട് ഇത്. ഓക്കെ. ഇതെവിടെയാണ് നിങ്ങളുടെ വീട്? എവിടെയാണ്? എവിടെ? അത്ര അടുത്തല്ലേ? അപ്പോൾ തിരിച്ച് പാക്ക് ചെയ്ത്. ഒന്നുമില്ല. ഓക്കെ. വിളിക്കാം. ഞാൻ എഴുതിയിട്ട്. ഓക്കെ. പെട്ടി എടുത്തോണ്ടോ. ഈ സാറിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ എന്നിട്ട് പറഞ്ഞു. ഞാൻ വിളിക്കാം. അവിടെ ഇരുന്നു. അത് നോക്കാം. ഓക്കെ. ഷോപ്പിന്റെ ഒരു
അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഉള്ളത് ഞാൻ തന്നെ ഇട്ടതിൻ്റെ പേരിൽ ഞാൻ തന്നെ മടുത്തോണ്ടിരിക്കുക. ഇനിയിപ്പോൾ വേറെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതാ പിള്ളേർ ചോദിച്ചല്ലാണ്ട് ആ മണ്ട ഇരിക്കുന്ന ആക്ഷൻ ക്യാമറ അത് തന്നേക്കാം. ചുമ്മാ ഒന്ന് ചെറിയൊരു പൈസ അയക്കാണ്ടന്ന് വെക്കുന്നത് വെള്ളത്തിൽ ഇറക്കാവുന്ന ക്യാമറ അത്. അവിടെ ഇരുന്ന് നമുക്ക് സംസാരിക്കാം. ഇവരെ അങ്ങ് വിട്ടു. സ്പീക്കർ ഉണ്ടെങ്കിൽ അതോട് ചെക്ക് ചെയ്യാം അല്ലേ? നല്ലതാണോ? അതിനകത്തിൻ്റെ നല്ലതാണ്. അത് കൊണ്ടുവരാൻ മേലായിരുന്നോ? ഇതുണ്ട് BT-APP. ഇത് വേറെയാണേ. ഇതിൻ്റെ തന്നെയാണ്. അത് നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കണക്റ്റ് ആകാനുള്ള സംഭവം. അപ്പോൾ നമ്മളിതൊരു സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുമായിട്ട് നമുക്ക് കണക്ഷൻ ആവും. പിന്നെ മൊബൈലിൽ ചെയ്താൽ മതി. ഒരു ട്യൂട്ടർ പോയതാ. അത് ഞാൻ വേറെ തരാം. ഈ പുറകിലിരിപ്പുണ്ട് ട്യൂട്ടർ. ഊളൊന്നും വേണമെന്നില്ലെന്ന്. അതൊക്കെ അന്നത്തെ കാലത്തെ ഒരു ബാസിനൊക്കെ ഒരു ഇന്നിപ്പോൾ സബ് വൂഫർ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ അറിയാതെ കയറി പോവും. ചത്താണെങ്കിൽ ഇപ്പം അങ്ങനെയൊന്നും എടുക്കുന്നില്ല. അന്ന് വന്ന എല്ലാം കൂടെ ചപ്പെല്ലാം കൂടെ തന്നു. ഇത് വെള്ളമല്ല ഇവർ കൊടുത്തില്ല. എൻ്റെ ഇരിക്കുന്ന ബ്ലാക്ക് ടെക്നിക്സിൻ്റെ സ്പീക്കർ സ്റ്റിൽ വർക്കിംഗ്. ഇതും കൂടെ കണക്ട് ചെയ്യുവാണ്. രണ്ടും കണക്ട് ചെയ്യും. ഇതിപ്പോൾ പഴയതുപോലെ തന്നെ അല്ലേ ഇരിക്കും. ഒരു മാറ്റവും ഇല്ലല്ലോ. ആ കളർ കുറഞ്ഞ പേപ്പർ നോക്കിയിട്ടിരിക്കും. മറ്റേ തിളങ്ങുന്ന പേപ്പറുണ്ട് വേറെ. അല്ല, ഇതാ അന്നത്തെ കിടന്ന കൂട്ട. അതിൽ കട്ടിയുണ്ട്. എന്നാലും അതേ നിറത്തിലുള്ള പേപ്പർ ഞാൻ സെലക്ട് ചെയ്തിട്ടാ. ഇതിപ്പോൾ ഇത് മാറുകയെന്നൊന്നും പറഞ്ഞാലൊന്നും ആരും സമ്മതിക്കില്ല.
റബ്ബറല്ല വേറൊരു ഇതിൻ്റെ കൂടെ തന്നെ വേണം സെപ്പറേറ്റ് ആണ് അല്ല സെപ്പറേറ്റ് അതും പേപ്പറും എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ആ ഇത് 8 ഇഞ്ച് അന്നത്തെ ഒരു അടിപൊളി സാധനം. അന്ന് ഈ സബ്വൂഫർ ഒന്നും ഇല്ലല്ലോ. ഭയങ്കര ക്ലാരിറ്റിയുള്ള ആരും മേടിക്കാൻ കൊതിക്കുന്ന കിട്ടാനും ഭയങ്കര പാടുള്ള ഒരു സെറ്റ്. ആരെങ്കിലും കൊണ്ടുവന്നാലേ ഉള്ളൂ. കൊണ്ടുവരാനും പാടാം, ഭയങ്കര വെയിറ്റും. അതൊരു അന്യായം മുതലായിരുന്നത്. ഇതുള്ള ഒരു കാസറ്റ് കട തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ വിജയിക്കും. അത്ര നല്ല ക്ലാരിറ്റി ആയിരുന്നു ഇത് റെക്കോർഡ് ചെയ്താൽ. അത് നമുക്ക് നോക്കാം. അതിന് വേറെ സാധനവും വെച്ച് തരാം. നിങ്ങൾ ചോറുണ്ണാൻ വശമെങ്കിൽ പോയി ചോറുണ്ടോ? ഞങ്ങൾ 1 മണിയാകുമ്പോൾ ഞാൻ പോകും. ഓക്കെ കൊടുത്തിട്ട് കറണ്ട് വന്നു കേട്ടോ. വോളിയം കൂട്ടിയാലും ചിലപ്പോൾ പോവാം, ഔട്ട്പുട്ടും പോവാം. കാരണം സാറേ ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ടത്തെ AB ആംപ്ലിഫയർ STK ഇതെല്ലാം എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ അതിൻ്റെ ബാലൻസിങ്ങിന് ഒരു മാറ്റം വന്നാൽ അപ്പോഴേ സ്പീക്കർ സഹിതം കത്തിപ്പോവും. അതാണ് ആ ടെക്നോളജിയുടെ പോരായ്മ. ഞാൻ പറഞ്ഞത് ഇത് ഐസി മാറിയെന്ന് പറഞ്ഞത് അന്ന് വീട്ടിൽ ആരുമില്ല. എനിക്ക് സത്യം ഇതിൻ്റെ പെർഫോമൻസ് കണ്ട് അതൊക്കെ അതിൻ്റെ കുഴപ്പം. അതിൽ എനിക്ക് ഞാൻ പേടിയായി വളരെ പതുക്കെ വെക്കത്തുള്ളൂ. കാരണം പയനിയർ സ്പീക്കറിൻ്റെ പാട്ട് ആസ്വദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഞാൻ. അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ പയനിയർ സ്പീക്കർ ഷോട്ടിംഗ് ഒന്നും ഇല്ല നോക്കിയാൽ. ഹലോ ഇപ്പൊ കൊണ്ടുവരണ്ട, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി. ഓക്കെ ശരി. ഒരു രണ്ട് മാസം കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഓക്കെ. We were sparks on quiet streets, two hearts finding where to meet. But life pulled us apart, left me talking to the dark. If I called you tonight, would it feel the same? Or have we both moved on to different names? Before the quiet and the scars, when the world fell small and your head fell low, take me back to the start, if only for a moment. I've been up since 3, scrolling back where we used to be, half truths in this late night chat, both of us knowing what a lie that. Funny how we talk like we're fine, but your name still lives in my mind. Take me back to the start, before the quiet scars. Take me back to the start, before the quiet scars. When the world fell small and your ഡെക്ക് റിസീവർ എന്ന് പറയുന്ന സാധനമാണ്. പണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലെവൽ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ നമ്മൾ ഇൻപുട്ടിൻ്റെ ലെവലാണ്. ഇതുകൊണ്ട് ഇൻപുട്ട് നമുക്കിങ്ങനെ കൂട്ടി എടുക്കാം. നമുക്ക് ഇൻപുട്ട് കണ്ടോ ഫുൾ എൻഡ് വരെ അടിക്കാം. പിന്നെ നമ്മളിത് കുറയ്ക്കുന്നതനുസരിച്ച് ഇത് കണ്ടോ കുറഞ്ഞു പോകും. അപ്പോൾ ഇൻപുട്ടിൻ്റെ ലെവൽ എടുക്കാം. ഈ ഇൻപുട്ട് നമുക്ക് വരുന്നത് സ്റ്റീരിയോ ആയിട്ട് വരുമ്പോൾ എന്തായാലും കാരണവശാൽ ഒരു ബാലൻസിങ് കുറവാണ് നമുക്ക് ഇങ്ങോട്ട് കണ്ടോ ഇത് ഒരെണ്ണത്തിൻ്റെ ബാലൻസിങ് കുറയ്ക്കാം, കൂട്ടാം. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ചെയ്യാം. സെൻറ്റർ ആണെങ്കിൽ ഇപ്പോൾ പണ്ട് തരങ്ങണിയുടെ കാസറ്റൊക്കെ ഇറങ്ങുന്നതാണ് കറക്റ്റ് സ്റ്റീരിയോ ആയിരിക്കും, കറക്റ്റ് രണ്ടും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ചില കമ്പനികളുടെയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു സൈഡ് ചിലപ്പോൾ വീക്കായിരിക്കും. അങ്ങനെ വീക്ക് വരുമ്പോൾ നമുക്ക് റെക്കോർഡിങ്ങിൽ ഒരു ചാനൽ വീക്കായിട്ട് വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ വരുന്നതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാനാണ് ഈ കൺട്രോളുള്ളത്. ഈ കൺട്രോളുള്ള അങ്ങനെയുള്ള സെറ്റുകൾ ഇത്ര വളരെ പ്ലാൻഡ് ആയിട്ടുള്ള അടിപൊളി ഒരു സെറ്റാണിത്. ഇപ്പോഴും എൻ്റെ ലൈറ്റുകളൊന്നും പോയിട്ടില്ല.
പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരുടെ ഇതുപോലെ ഇരിക്കും. പിന്നെ ഇജക്റ്റ് കാസറ്റ് ഉണ്ടോ ഇതിൽ? ഇല്ല. അപ്പോൾ ഒരു കാസറ്റ് ചെറുത് അവിടെ കിടപ്പുണ്ട്. അവിടെ ഞാൻ ചുമ്മാ ഒരു കാസറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ, ഒരു ഓഡിയോ കാസറ്റ്. ഇതിൻ്റെ ബാക്കി കോമ്പണൻ്റ് എല്ലാം പഴഞ്ചനായി. വോളിയം കുറയ്ക്കാം. കൊടുത്തു. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കാസറ്റ് വേണമെങ്കിൽ നോക്കാം. നമുക്ക് കാസറ്റ് എടുത്തോ? ഇല്ല ലേൻസി എടുത്തില്ല. ആയോ? ഇപ്പോൾ കാസറ്റ് കിടക്കും. കൊടുത്തു, സാധനം കൊടുത്തു. ഇത് ഫോണോ ഇല്ല. പോയാലും തോന്നും. ലൈബ്രറി ആകുമ്പോൾ കാണിക്കും. അതിനകത്ത് കയറാനൊന്നും പറ്റില്ല. ഇതെല്ലാം റെഡിയാണ്. ഊരിക്കടാ. എന്നാ അവിടെ ഉണ്ടായിരുന്നു? താട്ട് ഏരിയയിലില്ല. ഇതിന്റെ റേഡിയോ കിട്ടുന്നതാണോ? ഇതിന്റെ ഞാൻ FM പിന്നെ ആൻഡ്രിയാക്ക് വെച്ചിട്ടുണ്ട് വെളിയിൽ. ഇതും ഒരു ക്രേസിന് വെച്ചിരിക്കില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് എപ്പോൾ പാട്ട് FM സ്റ്റേഷനൊക്കെ നടത്തി റേഡിയോ നമ്മൾ കേട്ടോ.
FM ഇട് FM ഇട്. എപ്പോഴും കിട്ടും. എപ്പോൾ അത് കിട്ടും. അപ്പോൾ അതിൻ്റെ അതിൻ്റെ കിട്ടത്തില്ല. ഇൻഡിക്കേഷൻ വരും, ലൈറ്റ് വരും. ഇത് രണ്ടും ചെയ്യണം. അത് രണ്ടും പ്രസ് ചെയ്യുമ്പോൾ FM AM ആൻറ്റിന ഉണ്ട്. അത് അതാണ് ഈ കിടക്കുന്നത്. അല്ല എഫ് എം ഇവിടെ മറ്റേ കോയാക്സിൽ കേബിൾ കൊടുക്കുന്ന കോയാക്സിൽ കേബിൾ കൊടുക്കുന്നത് അത് വേണം. അതുണ്ടെങ്കിൽ എടുക്കുള്ളൂ. അതിൽ പിടിക്കത്തില്ല. നിങ്ങൾ ഈ ഇൻഡിക്കേഷൻ എല്ലാം വരും. ഉള്ളൂ ഓണാക്കുക. കുറച്ച് മറ്റേ പിന്നെ വിട്ടുവിട്ട് ഇതിമ്പത്തെ കാസറ്റ് എന്തേ മോനെ? അവിടെ നോക്കി ഇനി അടച്ചു ഇത്. പിന്നെ ഈ ബ്ലൂടൂത്ത് മോഡ്യൂൾ പോയതാണെന്ന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ അറിയില്ല. അപ്പോൾ ആ കവറിട്ടോ വേണേ അടച്ചു പെട്ടെന്ന് അടുത്ത ആൾക്ക് നിൽക്കുന്നു. കറണ്ട് ഒരു കണ്ടുള്ളൂ. പുറത്ത് കൊണ്ടോ പൊടി അടിക്കുന്നുണ്ടോ? പുറത്ത് കൊണ്ടടി. ആ ചേട്ടൻ്റെ സെറ്റ് തന്നെ AV കിട്ടുന്നില്ല അല്ലേ? മോൻ്റെ എന്നാ പ്രശ്നം? ആ കേൾക്കുന്നില്ല. അപ്പോൾ അത് നോക്കാം. പൊക്കി വെച്ച് മൈക്കെല്ലാം എല്ലാം ഇവിടെ ഇരിപ്പുണ്ടോ? അവിടെയുണ്ട്. ഇതെപ്പോൾ വെച്ചാ? കാസറ്റ് പ്രചാരത്തിലിരുന്ന കാലത്ത് ഒരു പേഴ്സണൽ മ്യൂസിക് സിസ്റ്റമായിട്ട് സോണി ഇന്ത്യ, അതായത് നമ്മളിവിടെ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്ന സെറ്റാണിത്. ഇത് CFS B5S എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. CFS B5S. കണ്ടമാനം സെറ്റ് വിട്ടിട്ടുണ്ട്. റെഡും ഉണ്ടായിരുന്നു, ബ്ലാക്കും ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർക്ക് ബ്ലാക്ക് ആയിരുന്നു ഇഷ്ടം, ചില ആൾക്കാർക്ക് റെഡും ആയിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷനൊക്കെ വർക്കിംഗ് ആണ്. ഇതിപ്പോൾ നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ ആംപ്ലിഫയറൊക്കെ വർക്കിംഗ് ആണ്. 2005 ഇതിപ്പോൾ 2026 2005 ഞാനിത് നന്നാക്കിയിട്ടുണ്ട്. വിറ്റതല്ല, വിറ്റത് അതിനൊക്കെ മുമ്പെയാണ്. അത് നന്നാക്കിയിട്ടുണ്ട്. ഇതെന്നത് രണ്ടായിട്ട് മിക്സ് ചെയ്ത് പിടിക്കുന്നത്. ഞാനിത് മുഴുവൻ പറഞ്ഞു തീർക്കാതെ ഷോട്ട് തീർക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോണി അലക്സാണ്ടർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നു. നമ്മുടെ കടയുടെ പേര് സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്നാണ്. നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് കെയർ ബേക്കറിക്കടുത്ത്, തറവാട് ഹോട്ടലിനടുത്ത്, കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയാണ് നമ്മുടെ കട. മെയിൻ റോഡിലാണ്, KK റോഡിലാണ്, കോട്ടയം കുമളി റോഡ്, റാണി സേതു ലക്ഷ്മിഭായ് പണിത റോഡ്. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ വളരെ സന്തോഷത്തിൽ വന്ന ഒരു 10-45 വർഷം പഴക്കമുള്ള ഒരു ടെക്നീഷ്യൻ്റെ ഒരു സെറ്റ് റെഡിയാക്കിയ സന്തോഷത്തിൽ വന്നതാണ്. ആ സെറ്റ് ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന ആ കസ്റ്റമറും ഒരു അടിപൊളി കസ്റ്റമറാണ്. ഇപ്പോഴും അതിൻ്റെ പുത്തം പോലെ അത് ഉപയോഗിച്ചിരിക്കുന്നു. ഞാനൊരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്താണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒരിക്കലും ഇട്ടിട്ടുണ്ട്. ഇത് ടെക്നീഷ്യൻ്റെ ഈ സെറ്റാണ്. ഇതാണ്ട് ആ സെറ്റ് നോക്കിക്കോളൂ. ഇത് ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. ഇതിൻ്റെ സൂചികളൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും ഇത് ഔട്ട്പുട്ട് ഞാൻ കൊടുക്കാത്തതാണ്. സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് കൊടുക്കാത്തതാണ്. എല്ലാവരും ഒറിജിനൽ സൗണ്ട് കേൾപ്പിക്കാത്ത തന്നെ അത് അറിയത്തില്ലായ്മ കൊണ്ട് പറയുന്നതാണെന്ന് എനിക്കറിയാം. കോപ്പിറൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ആവില്ല.
അപ്പോൾ ഇത് ഓൾറെഡി വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഇത് ഓളി അനുസരിച്ച് ഇത് കണ്ടത് കൂടി അതിൻ്റെ ഇതിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റെക്കോർഡിങ്ങിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടിപൊളി സെറ്റാണ്. പിന്നെ അതിൻ്റെ സ്പീക്കേഴ്സും ഉണ്ട്. സ്പീക്കേഴ്സ് മൊത്തം പോയതായിരുന്നു, കംപ്ലീറ്റ് സ്പീക്കർ കത്തിപ്പോയതായിരുന്നു. നമ്മൾ ആ സ്പീക്കറെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മിഡ് റേഞ്ച് സ്പീക്കർ, ട്യൂട്ടർ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉള്ള അടിപൊളി ഒരു സാധനമാണ്. ഇതിൻ്റെ ഓഡിയോ വർക്കിംഗ് ആണ് ഓൾറെഡി. അപ്പം അത് ഓഡിയോ നമുക്ക് കേൾപ്പിക്കാം. എല്ലാവരും അതിൻ്റെ ഓഡിയോ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒന്ന് കേൾപ്പിക്കാം. നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ്. ഓഡിയോ ഇത് കണ്ടോ, അതിൻ്റെ ലെവൽ ഇതാണ്, വോളിയം കൺട്രോൾ. പാട്ടനുസരിച്ച് അതിൻ്റെ ലെവൽ അനുസരിച്ച് ഇതിൻ്റെ സൂചി ഇത് വർക്ക് ചെയ്യും. കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ഓഡിയോ കേൾക്കാമല്ലോ. അപ്പോൾ ഇതാണ് ആ സെറ്റ്. നല്ല അടിപൊളി സെറ്റാണ്. ഇത് കാണിക്കാനുള്ളൊരു സന്തോഷത്തിൽ വന്നതാണ്. ഇനിയും കുറേ കാര്യങ്ങളുണ്ട്, ആരും സ്കിപ്പ് ചെയ്ത് ഇറങ്ങിപ്പോകല്. ഇന്നത്തെ വീഡിയോ രസകരമാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം കൂടെ കാണിക്കാം. താങ്ക് യു പറയുന്നില്ല, താങ്ക് യു ആയിട്ടില്ല, മുഴുവൻ കണ്ടിട്ട് വേണം പോകാൻ. അപ്പം എൻ്റെ അടുത്ത പ്രായം ഒരു 10-15 വയസ്സ് എനിക്കുള്ളപ്പോൾ ഉള്ളൊരു സെറ്റാണ്. അത്രയും പഴക്കമുള്ള ഈ സെറ്റ് നന്നാക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ കസ്റ്റമറുടെ ഒരു ആഗ്രഹവും ഇതുമൊക്കെ വന്നിട്ടാണ്. ഇദ്ദേഹം ഒത്തിരി നാളായി, എനിക്ക് തോന്നുന്നു 6-7 മാസം മുമ്പ് എന്നെ ഏൽപ്പിച്ച സാധനമാണ്. ഇപ്പോഴാണ് എനിക്ക് നന്നാക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ തുറന്ന് കാണുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് ചോദിക്കുക. 10-നും 3-നും ഇടയ്ക്കാണ് നമ്മുടെ കട വർക്കിംഗ്. 3 മണി കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ കണ്ടെന്നില്ലെന്നിരിക്കും. 3 മണി കഴിഞ്ഞ് വരുന്നവർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരിക. കഴിവതും അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിച്ചിട്ട് വരിക. മൊബൈലിൽ അൺലിമിറ്റഡ് കോൾസ് എല്ലാവർക്കും ഉണ്ട്, വിളിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. വിളിച്ചിട്ട് ഇനി എവിടെ പോയാലും, എൻ്റെ അടുത്ത് വരുന്നതല്ല, ഏത് സ്ഥലത്ത് പോയാലും എന്താവശ്യത്തിന് പോയാലും അവിടെ ആളുണ്ടോയെന്നും എല്ലാ കാര്യങ്ങളും വിളിച്ചതിന് ശേഷം അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു കോളിംഗ് ബെല്ലടിച്ച്, ഇന്നാരും കോളിംഗ് ബെല്ലടിച്ചാലൊന്നും ചിലപ്പോൾ വീട്ടിൽ കാണുകയില്ല. അപ്പോൾ നിങ്ങളവിടെ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം പോയി കോളിംഗ് ബെല്ലടിക്കാൻ എന്ന് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഹായ്, ഓക്കെ.